നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. പ്രധാനമന്ത്രി അപകട സ്ഥലം സന്ദർശിക്കുകയാണ്. അപകട സ്ഥലത്ത് നിന്ന് ഇപ്പോൾ അല്പസമയം മുൻപാണ് അദ്ദേഹം സിവിൽ ആശുപത്രിയിലേക്ക് പോയത്. അദ്ദേഹത്തിൻ്റെ കൂടെ കേന്ദ്ര വ്യോമയാന മന്ത്രിയും ഒപ്പമുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം കാണാൻ കഴിയുന്നുണ്ട്. അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ആശുപത്രിയിലേക്കും പ്രധാനമന്ത്രി പോയിട്ടുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളെ അദ്ദേഹം കാണും. ഈ സ്വാഭാവികമായും ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട രമേഷ് കുമാർ വിശ്വാസിനെയും പ്രധാനമന്ത്രി കാണും എന്നുള്ളതാണ് നമ്മൾ അറിയുന്ന വിവരം. സുരക്ഷാ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഉന്നതതല യോഗവും അല്പസമയത്തിനകം തന്നെ ചേരും എന്ന് നമ്മൾ അറിയുന്നു. ഈ പ്രധാനമന്ത്രി സന്ദർശനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വലിയ സുരക്ഷാ സജ്ജീകരണങ്ങളുമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. നമുക്കൊപ്പം ഇപ്പോൾ അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, പ്രധാനമന്ത്രി ഈ ഒരു ദുരന്ത സ്ഥലം സന്ദർശിച്ച് ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണോ? മറ്റ് ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? അല്പം മുൻപാണ് അദ്ദേഹം ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് മടങ്ങിയത്. അദ്ദേഹത്തിനൊപ്പം വ്യോമയാന മന്ത്രിയും ഗുജറാത്ത് മുഖ്യമന്ത്രിയും ഉണ്ട്. അദ്ദേഹം ഇനി ആശുപത്രിയിൽ എത്തി അവിടെ പരിക്കേറ്റവരെ സന്ദർശിക്കും. ഒപ്പം തന്നെ കുടുംബാംഗങ്ങൾ, ഈ മരണപ്പെട്ട് അവരുടെ തിരിച്ചറിയലിനും DNA സാമ്പിളുകൾ എടുക്കാനും ഒക്കെയായി വന്നിട്ടുള്ള കുടുംബാംഗങ്ങളെയും കാണുമെന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതിനുശേഷം മറ്റെന്തെങ്കിലും പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നുള്ള തരത്തിൽ ചില കാര്യങ്ങൾ കൂടി ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇവിടെ ഈ അവശിഷ്ടങ്ങൾ നീക്കുന്ന പ്രവർത്തനങ്ങളും മറ്റു നടപടികളും തിരച്ചിൽ ദൗത്യം പുനരാരംഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. വലിയ ക്രെയിനുകളും JCBകളും എല്ലാം തന്നെ കൊണ്ടുവന്ന് ഈ വിമാനത്തിന്റെ പ്രധാന ഭാഗങ്ങൾ, അത് ഈ ബിൽഡിംഗിൽ, ഈ കെട്ടിടത്തിൽ കുടുങ്ങിക്കിടുന്ന ഭാഗങ്ങളെല്ലാം തന്നെ ഇളക്കി താഴേക്ക് മാറ്റാനും അതുപോലെ എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളും വീണ്ടും ഒരു വട്ടം കൂടി നോക്കി അതിൽ നിന്നും എന്തെങ്കിലും വീണ്ടെടുക്കാനുണ്ടെങ്കിൽ ആ നടപടികൾ കൂടി പൂർത്തിയാക്കാനുള്ള ഒരു നടപടികളിലാണ് ഇപ്പോൾ NDRF ഉള്ളത്. ഒപ്പം തന്നെ നിരവധി സ്ട്രക്ചറുകൾ അകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആരെങ്കിലും അകത്ത് ഇപ്പോഴും പെട്ടുകിടക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മൃതശരീരങ്ങൾ കണ്ടെത്താനുണ്ടോ, ആളുകളെ ഒരുപാട് പേരെ കണ്ടെത്താനുണ്ട് എന്നുള്ള ചില ആരോപണങ്ങൾ ഇവിടെയുള്ള പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്.